ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തമായിട്ട് RMS ആണ്. അപ്പം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു മൈക്രോസ്കോപ്പിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ മിസ്സിന് ചെറിയൊരു വൈറൽ ഫീവർ ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് മിസ്സിന്റെ സൗണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 2 ഡയലോഗ് 2 ചുമ എന്നുള്ള രീതിക്കായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടായിരിക്കുക. അപ്പോൾ അതെൻ്റെ കുട്ടികളോട് മിസ്സിന് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു സോറി പറയുകയാണ്. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ കുട്ടികളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ മിസ്സിന്റെ ഈ ഒരു വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി ആണല്ലോ? അപ്പോൾ ഈ ശരിക്കും പറയാം മൈക്രോസ്കോപ്പ് എന്തിനാണ് മക്കളെ സഹായിക്കുന്നത്? എന്തിനാണ് സഹായിക്കുന്നത്? നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെയൊക്കെ കാണിച്ചു തരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ പറയുന്ന മൈക്രോസ്കോപ്പ് അല്ലെ. അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സെൽസ് കൊണ്ടാണ് അല്ലെ. പക്ഷേ ഈ സെൽസുകൾ നമുക്ക് നേരിട്ട് നോക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല അല്ലെ. നമുക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് അസുഖമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എന്താണ് ഈ പറയുന്ന പാത്തോജൻസ് ഒക്കെയാണ്. അതിനൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ബാക്ടീരിയനൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെ നമുക്ക് കാണിച്ചു തരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? അതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ്. ഇവർ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കുറച്ച് വലുതാക്കി തരാണ് അല്ലെ. അതായത് വലുതാക്കി അതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയും അല്ലെ. ഇങ്ങനെ വലുതാക്കുന്നതിന് മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ അതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ ഉപയോഗിച്ച് എന്ത് ചെയ്തു? അത് വലുതാണ് ആ വസ്തു ഏതാണോ, ഏതൊരു ഒബ്ജക്റ്റ് ആണോ നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിനെ വലുതാക്കിയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെ കാണാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? മൈക്രോസ്കോപ്പ്. അപ്പൊ മൈക്രോസ്കോപ്പിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം ഈ ശരിക്കും പറഞ്ഞാൽ ഈ മൈക്രോസ്കോപ്പ് പണ്ട് മുതൽ പലതരത്തിലുണ്ട്. അതായത് ആദ്യമൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ആയിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഈ സിമ്പിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിൽ നമുക്ക് അത്രയും ഇങ്ങോട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും വലുതാക്കി കാണുന്നില്ല. അപ്പൊ നമുക്ക് അത്രയും ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കാൻ തുടങ്ങി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കുറച്ചുകൂടെ നമുക്ക് അതായത് 2000 മടങ്ങൊക്കെ നമുക്ക് വലുതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സ്കൂൾസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് സെൽസ് ഒക്കെയാണല്ലോ കാണാൻ സാധിക്കുക. അതായത് ഇതിപ്പോ ഒരു ഒനിയൻ. ഓക്കെ. ഈ ഒരു ഒനിയന്റെ നമ്മളൊരു പീസ് നമ്മൾ എടുത്തു. അത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ നേരെ ഈ ലൈറ്റ് മൈക്രോസ്കോപ്പ് അഥവാ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൊക്കെ നോക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. സെൽ എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്, ബാക്കിയുള്ള സെൽസ് ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ സെല്ലിന്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള കമ്പോണൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതായത് പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിലുള്ള അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ പലതരത്തിലുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന ആരെ കുറിച്ചിട്ടാണ്? നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. ഇതാണ് നമുക്ക് പഠിക്കാനായിട്ട് ആവശ്യമുള്ളത്. നമ്മുടെ സ്കൂൾസിലായി കഴിഞ്ഞാലുള്ളത് ഇതാണ്. ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഭാഗങ്ങൾ എന്നുള്ളതൊക്കെ അറിഞ്ഞാലല്ലേ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പോവാണ്. റെഡി? അപ്പൊ നമ്മൾ ഓരോരോ പോർഷൻസ് ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഈ മൈക്രോസ്കോപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണു വെച്ച് ഇങ്ങനെ നോക്കും അല്ലെ. ഇങ്ങനെ നോക്കും. അപ്പൊ ഈ കണ്ണു വെച്ച് നോക്കുന്നത് ഇതിൽ ഏത് ഭാഗത്തായിരിക്കും മക്കളെ? ഏത് ഭാഗത്താണ് നമ്മൾ നോക്കുക? വേഗം ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഏത് ഭാഗത്താണ് നോക്കുക? ഇതിന്റെ അടിയോടെ നമ്മൾ നോക്കൂലല്ലോ, ഏറ്റവും ടിപ്പ് പോർഷൻ അല്ലേ നോക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ നമ്മുടെ കണ്ണ് വെക്കുക അല്ലെ. മിസ് കണ്ണൊക്കെ വരച്ചുതരാം. ഓക്കെ. ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നോക്കുക അല്ലെ. നമ്മുടെ കണ്ണാണേ. ഓക്കെ. അപ്പൊ ഇവിടെ വെച്ചിട്ടൊക്കെ നമ്മൾ നോക്കുക. അപ്പൊ അതുകൊണ്ട് ഈ കണ്ണ് വെച്ച് നോക്കുന്ന ഈ ഒരു ഭാഗം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക അല്ലെ? ആ ഭാഗത്തല്ല ഐ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഐ പീസ് എന്ന് വിളിക്കും. സിമ്പിൾ. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലെൻസ് ആണ്. ഓക്കെ. ഈ ലെൻസിന് ഭയങ്കര വലിയ മാഗ്നിഫിക്കേഷൻ പവർ ഒന്നുമില്ല. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5x അല്ലെങ്കിൽ 10x അല്ലെങ്കിൽ 15x ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം മാഗ്നിഫിക്കേഷൻ പവർ. ഓക്കെ. റെഡി? സെറ്റ് ആവും. അത്രയൊക്കെ ആയിരിക്കും അതിന് മാഗ്നിഫിക്കേഷൻ പവർ ഉണ്ടാവുക. ഇതാണ് ഐ പീസ്. ഈ എക്സ് കണക്കുകൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? അതായത് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര മടങ്ങ് വലുതാക്കുന്നു എന്നുള്ളതാണ്. അതായത് എത്ര മടങ്ങ് വലുതാക്കി കാണിക്കുന്നു എന്നുള്ളത്. അപ്പൊ 5 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് എന്നുള്ള രീതിക്ക് അത്രയും വലുതാക്കി കാണിക്കുന്നു എന്നുള്ളതാണ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന് സഹായിക്കുന്ന ലെൻസാണ് ഐ പീസ്. ഓക്കെ. അപ്പൊ ഈ ഭാഗത്ത് നിന്നാണ് നമ്മളിങ്ങനെ കണ്ണു വെച്ച് നോക്കുന്ന ഭാഗം. അപ്പൊ കണ്ണു വെക്കുന്നതുകൊണ്ട് ഐ പീസ് എന്ന് വിളിച്ചു. ഓക്കെ. ഇനി അത് കൂടാതെ ഇവിടെ മക്കളെ നമ്മളിപ്പോ ഒരു മൈക്രോസ്കോപ്പിൽ എന്ത് സാധനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളത് എന്ത് ചെയ്യും, ഒരു സ്ലൈഡൊക്കെ ആക്കും അല്ലെ. ഇങ്ങനെ ഒരു സ്ലൈഡില് കവർ സ്ലിപ്പൊക്കെ ഇട്ട് ആ സ്പെസിമെൻ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്ലൈഡ് നേരെ കൊണ്ടുപോയിട്ട് നേരെ നമ്മൾ സ്റ്റേജുമേലാണ് കൊണ്ടുപോയി വെക്കുക അല്ലെ. അപ്പൊ സ്റ്റേജുമേൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഈ സ്റ്റേജുമേൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എന്ത് വെക്കുക, ഈ പറയുന്ന സ്ലൈഡ് വെക്കുക അല്ലെ. അപ്പൊ ഈ സ്ലൈഡ്സ് ഒക്കെ വെക്കുന്ന, അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിനെയാണ് സ്റ്റേജ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ സ്റ്റേജ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട ഒരു സെല്ലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴേക്കും നമ്മുടെ കൈ തട്ടിയിട്ട് അങ്ങോട്ട് ഇടയ്ക്ക് ആയിപ്പോയി, അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേജിൽ ഇരിക്കുന്ന സാധനം നമ്മൾ ഇപ്പൊ ഏത് സ്ലൈഡാണോ വെച്ചത് അത് കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇരിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ട്, ഇവിടെ ക്ലിപ്പ് കണ്ടോ മക്കളെ, ഇത് പിടിച്ചു വെക്കാനായിട്ട് ക്ലിപ്പ്, അതാണ് എന്ത്, സ്റ്റേജ് ക്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് എന്തുണ്ട്, സ്റ്റേജ് ക്ലിപ്പ് ഉണ്ട്. സ്റ്റേജ് ക്ലിപ്സ് നമുക്ക് അവിടെ പ്രസന്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അഥവാ ഈ ഒരു പിക്ചറിൽ ഇത് മൊത്തത്തിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആയത് നിങ്ങൾക്ക് കാണുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. ഇത് കണ്ടോ, ഇതാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റേജ്. ആ സ്റ്റേജുമുള്ള അത് കറക്റ്റായിട്ട് പിടിച്ചു നിർത്താനായിട്ടുള്ള ക്ലിപ്പ്, അതാണ് ഇത് സ്റ്റേജ് ക്ലിപ്പ്. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ ഇത്രയാണ് അതിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ദാ ഇവിടെ ഈ നമ്മുടെ എന്താ പറയുക, മൈക്രോസ്കോപ്പിന്റെ ഒരു മൂക്ക് പോലെ ഈ ഒരു ഭാഗം കാണുന്നില്ലേ അല്ലെ. അപ്പൊ ഈ മൂക്ക് പോലെ കാണുന്ന ഈ ഭാഗത്തില് ഇവിടെ ഒരു റൗണ്ട് ഇങ്ങനെ ഒരു ഭാഗം കാണുന്നില്ലേ, ഇങ്ങനെ അത് ശരിക്കും നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഈ ഭാഗം റെഡി, ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ. ഓക്കെ, ഈ ഒരു പോർഷൻ. അപ്പൊ ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, അതിനെയാണ് നമ്മൾ നോസ് പീസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക, ഈ ഒരു ഭാഗത്തിന് അതിനെയാണ് നമ്മൾ നോസ് പീസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നോസ് പീസ്. ആ നോസ് പീസുമലാണ് എന്തുണ്ടായിരിക്കുക, അതുമ്മലായിരിക്കും ദാ ഇവിടെ കണ്ടോ കുറച്ച് ആൾക്കാരെ, ഈ കുറെ സംഭവങ്ങൾ ഇതിന്റെ മേലെ അറ്റാച്ച് ചെയ്തിട്ട് കണ്ടോ, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളിപ്പോ ഇവിടെ ഒബ്ജക്റ്റ് വെക്കുമല്ലോ, ആ ഒബ്ജക്റ്റിനെ നോക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, ലെൻസ് ആണ് ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ണിന്റെ അവിടെ ഒരു ലെൻസ് ഉണ്ട്, അത് കൂടാതെ ഒബ്ജക്റ്റിന്റെ അടുത്തായിട്ടും ഒരു ലെൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ലെൻസിനെയാണ് നമ്മൾ എന്താ പറയാ, ഈ ഒരു ലെൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസ്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണമെങ്കിൽ എന്താ ആലോചിച്ചാൽ മതി, കണ്ണിന്റെ അവിടെ ഉള്ളത് ഐ പീസ്. ഓക്കെ, കണ്ണിന്റെ അവിടെ ഉള്ള ലെൻസ് ഐ പീസ്, ഒബ്ജക്റ്റിന്റെ അവിടെയുള്ള ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ്, അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ കണ്ടോ പല ടൈപ്പ് ഉള്ളത്, കാരണം അത് പല മാഗ്നിഫിക്കേഷൻ പവറുകളുണ്ട്. ഇപ്പോൾ എന്താ പറയാ 45x അല്ലെങ്കിൽ 15x 14.5x അല്ലെങ്കിൽ 100x എന്നൊക്കെ പറഞ്ഞിട്ട് പല മാഗ്നിഫിക്കേഷൻ പവറിലുള്ള ലെൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പല സൈസിലായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ നോസ് പീസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏത് പവറാണോ വേണ്ടതെന്ന് വെച്ചാൽ, ഏത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് ഒബ്ജക്റ്റീവ് ലെൻസ് നമുക്ക് അവിടെ വെക്കാൻ പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ അതാ ഇവിടെ രണ്ട് സംഭവങ്ങൾ കണ്ടോ, ഇതെന്താണ് മക്കളെ ഈ രണ്ട് സംഭവങ്ങൾ? അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതായത് നമ്മളിപ്പോ ഇങ്ങനെ നോക്കുകയാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണ്ടേ അല്ലെ, കറക്റ്റായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഫോണിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ നിൽക്കൂലേ. ഫോണിലായാലും നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് അവിടെ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിങ്ങനെ തിരിച്ചിട്ട് ക്യാമറയുടെ മറ്റേ ഭാഗം തിരിച്ചിട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോ ഒക്കെ എടുക്കുക. അതേപോലെ തന്നെ എന്താണ് ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് നോബുകൾ ഉണ്ട്. ഓക്കെ, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഓക്കെ, അപ്പൊ വലിയ നമുക്ക് നല്ലോണം ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്താണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ പറയുന്ന കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് സഹായിക്കുന്നത് എന്തിനാണ്, നമുക്ക് നല്ലോണം ഫോക്കസ് ചെയ്യാനായിട്ട്. ഇനി അതിനും നമ്മളിപ്പോൾ സാധനം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫോക്കസ് ചെയ്ത് വെച്ചു, എന്നിട്ടും കുറച്ച് നല്ല മൈന്യൂട്ടായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓൾറെഡി നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചു തന്നെ എന്നിട്ട് അതിലും മൈന്യൂട്ടായിട്ട് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഈ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം എന്തിനു വേണ്ടിയിട്ടാണ്, ഫോക്കസ് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിതേ ഇവിടെ ഇതിന്റെ അടിയിൽ നോക്കിയേ, ഇതൊരു ലൈറ്റ് മൈക്രോസ്കോപ്പ് അല്ലേ. അപ്പൊ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം, ലൈറ്റ് വേണം അല്ലെ. അപ്പൊ ലൈറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റ് ഇവിടെ വന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇമേജിന്റെ രൂപം കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ലൈറ്റിനെ നമുക്ക് കടത്തി വിടാനായിട്ട് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ലെൻസ് ഉണ്ട് അല്ലെ, ലെൻസ് ഉണ്ട്. ഈ ലെൻസിന് ഒരു പ്രത്യേകതയുണ്ട് മക്കളെ. ഈ ലെൻസ് ശരിക്കും പറഞ്ഞാല് അപ്പുറത്തേക്കും തിരിക്കാം ഇപ്പുറത്തേക്കും തിരിക്കാം കേട്ടോ. ഈ ഒരു സംഭവത്തിൽ നിന്ന് വെച്ചിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മറക്കാം തിരിക്കാം അങ്ങനത്തെ ഒരു ലെൻസാണ്. അതായത് ഈ ലെൻസിന്റെ പ്രത്യേകത, ലെൻസ് അല്ല മിറർ
മിററാണ്, ലെൻസ് എന്നാണ് പറയുന്നത്, മിററാണ്. അപ്പോൾ ഈ മിററിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് എന്താണ്, പ്ലെയിൻ ആണ്. ഓക്കെ, ഈ മിറർ എന്താണ്, മിറർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് എന്താണ്, പ്ലെയിൻ ആണ്, മറ്റേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കോൺകേവ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഭാഗം വളഞ്ഞിരിക്കും, ഒരു ഭാഗം പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ മിറർ ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ സൺലൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളെപ്പോഴാണ് നമ്മുടെ സൺലൈറ്റിലാണ് ഈ പറയുന്ന ഒബ്ജക്ട് നമ്മൾ നോക്കുന്നത്, സൺലൈറ്റിലാണ് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്ലെയിൻ മിറർ യൂസ് ചെയ്യാം. കോൺകേവ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺലൈറ്റ് ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്താണ് കോൺകേവ് മിറർ യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പറയുന്ന മിറർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൺലൈറ്റിലെ സമയത്ത് സൺലൈറ്റിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കാം, ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ മറ്റേ കോൺകേവ് ഭാഗത്തേക്ക് തിരിച്ചു വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും മറിക്കൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്തായിട്ട് കുറച്ച് സംഭവങ്ങൾ കാണുന്നുണ്ടോ, ഇതിന്റെ അടിഭാഗത്തായിട്ട് കുറച്ച് സംഭവങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതില് ഇതാണ് എന്ത്, ഈ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടൻസർ എന്ന് പറയുന്നത്, കണ്ടൻസർ. ഓക്കെ, അപ്പൊ ഈ കണ്ടൻസർ എന്തിനാ സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈറ്റ് ഈ മിററിൽ പതിച്ചിരുന്നത് എങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലെ, അങ്ങനെ വരുന്ന ലൈറ്റിനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യിക്കാനായിട്ടാണ് ആര് സഹായിക്കുന്നത്, കണ്ടൻസർ സഹായിക്കുന്നത്. അതിന്റെ അടുത്ത് തന്നെയായിട്ട് ആരുണ്ട്, ഈ ഒരു പോർഷൻ, അതിന്റെ അടുത്ത് തന്നെയായിട്ട് ഡയഫ്രം എന്ന് പറയുന്ന ഭാഗമുണ്ട്, ഡയഫ്രം എന്ന് പറയുന്ന ഭാഗം കൂടി ഉണ്ട്. ആ ഡയഫ്രം എന്താ വെച്ചാൽ നമുക്ക് ഡയഫ്രം ആക്ച്വലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡയഫ്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈറ്റ് കടന്നു വരുന്ന ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് ആര്, ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ചെയ്തു, ലൈറ്റിനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ലൈറ്റ് നേരെ കടന്നു വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് ചെയ്യുന്നു, അതിനെ വലുതാക്കിപ്പിക്കും. പിന്നെ ഇവിടെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഈ ഒരു ട്യൂബ്, ഇതെന്താ മക്കളെ, ഇതെന്താ ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത്? ഈ ഒരു ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ ഒരു ട്യൂബിനെയാണ് നമ്മൾ ബോഡി ട്യൂബ് എന്ന് വിളിക്കും. ബോഡി ട്യൂബ് എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഐ പീസിനെയും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിനെയും കണക്ട് ചെയ്യുന്ന ഭാഗം. ഓക്കെ, കണക്ട് ചെയ്യുന്ന ഭാഗം, അതാണ് എന്ത്, ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ ഈ പറയുന്ന ഒരു മൈക്രോസ്കോപ്പിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. റെഡി ആണല്ലോ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ നോക്കി നോക്കാം. ഏതൊക്കെയാണ് മക്കളെ? യെസ്, ഫസ്റ്റ് ഐ പീസ്. ഐ പീസ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ചെറിയ മാഗ്നിഫിക്കേഷൻ തരുന്ന ഒരു ലെൻസ് ആണ്. കണ്ടിട്ട് അവിടെ കാണുന്നതാണ് ഐ പീസ്. പിന്നെ ഈ ഒബ്ജക്റ്റിന്റെ അടുത്ത് കാണുന്ന ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഈ നമ്മുടെ സ്ലൈഡ്സ് ഒക്കെ വെക്കാനായിട്ടുള്ള സ്ഥലമാണ് സ്റ്റേജ്. അവിടെ എന്തായിരിക്കും, സ്റ്റേജ് ക്ലിപ്പുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതുകൂടാതെ എന്താണ്, ഈ ഒബ്ജക്റ്റീവ് ലെൻസിന് പല ലെൻസുകൾ ഉണ്ട് അല്ലേ, ഒബ്ജക്റ്റ് ലെൻസ് ഇരിക്കുന്ന സ്ഥലമാണ് എന്ത്, ഈ പറയുന്ന നോസ് പീസ് എന്ന് പറയുന്നത്. അത് തിരിക്കാൻ പറ്റും, അതുകൊണ്ട് റിവോൾവിംഗ് നോസ് പീസ് എന്നാണ് പറയാ, തിരിക്കാൻ പറ്റും. ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗം, അതാണ് എന്ത്, ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നോബുകൾ ഉണ്ട്. ഒന്ന് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ, ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സഹായിക്കുന്നത്. അതൊന്നും കൂടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്ഥലത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉണ്ട്. പിന്നെ ഈ സാധനം വെച്ച് പറഞ്ഞില്ല അല്ലെ, നമ്മുടെ ആം, ഇതിങ്ങനെ പിടിച്ചിട്ട് വേണ്ടി നമുക്ക് മൈക്രോസ്കോപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്ന എല്ലാ ഭാഗവും കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം, അതാണ് ആം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അടിയിൽ എന്തുണ്ട്, മിറർ ഉണ്ട്. ഇപ്പോൾ പ്ലെയിൻ മിററും ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് എന്താണ്, കോൺകേവ് ആണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺകേവ് ഉള്ളത്. പ്ലെയിൻ മിറർ എന്നുള്ള സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ തമ്മിൽ, ഈ നമ്മുടെ ആമയും ഈ ബോട്ടം പോർഷനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് എന്ത്, ഇൻക്ലിനേഷൻ ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? അപ്പൊ ഇത്രയാണ് ഇതിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഭാഗത്ത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് മിസ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു നോട്ട് പോലെ തരാം. അതായത് 2 ടൈപ്പ് ഓഫ് ലെൻസ് ആണുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? ഐ പീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട് അല്ലെ. ഐ പീസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കണ്ണിന്റെ ഭാഗത്തുള്ളതാണ്. അത് 5x 10x 15x എന്നുള്ള പല മാഗ്നിഫിക്കേഷൻ പവറിലും ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 to 5 ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടായിരിക്കും നമ്മുടെ മൈക്രോസ്കോപ്പിൽ. ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 5 വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ പല മാഗ്നിഫിക്കേഷൻ പവറിലുള്ളതാണ്. മിറർ, പ്ലെയിൻ മിറർ സൺലൈറ്റിന് വേണ്ടിയിട്ട്, കോൺകേവ് മിറർ ആർട്ടിഫിഷ്യൽ ലൈറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഡയഫ്രം എന്തിനു വേണ്ടിയിട്ടാണ്? ലൈറ്റിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത്. നോസ് പീസ് എന്താ ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസിനെ ഹോൾഡ് ചെയ്യുന്ന ആളാണ് ആര്? നോസ് പീസ് എന്ന് പറയുന്നത്. സ്റ്റേജ് എന്തിനാണ്? സ്റ്റേജിന്റെ മേലെയാണ് നമ്മൾ സ്ലൈഡ് വെക്കുന്ന സ്ഥലം. സ്റ്റേജിന്റെ ക്ലിപ്സ് എന്തിനാണ്? ആ സ്ലൈഡിനെ കറക്റ്റ് ആയിട്ടൊരു പ്ലേസിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടാണ് സ്റ്റേജ് ക്ലിപ്സ് ഉള്ളത്. ദെൻ കോഴ്സ് ഫോക്കസ് നോബും ഫൈൻ ഫോക്കസ് നോബും അല്ലെ. ആ 2 നോബുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് വെക്കാനായിട്ട്, ഇമേജിനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് വെക്കാനായിട്ടാണ്. കുറച്ചും കൂടെ ഫൈനർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ
കിട്ടാനായിട്ട് ഫോക്കസ് ചെയ്ത് വെക്കുന്നതാണ് ഫൈൻ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ ബോഡി ട്യൂബ് എന്ന് വെച്ചാൽ ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. പിന്നെ ആം എന്തിനാണ് മക്കളെ? ആമാണ് നമുക്ക് ഹെഡ് ടു ബേസ് കണക്ട് ചെയ്യുന്ന ഭാഗം. അത് പിടിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ദെൻ ബേസ്, ബോട്ടം പാർട്ട്, അവിടെയാണ് ഇത് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിന് ഫുള്ള് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസ് പോർഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻസ് നമ്മളിത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ കുട്ടികൾക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് മിസ് വിചാരിക്കുന്നത്. ക്ലിയർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണം എന്നാണെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ മിസ്സിന്റെ ചുമയൊന്നും അധികം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ചെറുതായിട്ടൊന്ന് വന്ന് പോട്ടണമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റട്ടെ. അപ്പൊ ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് പഠിച്ചു പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.